ഞാൻ പ്രേംകുമാറിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിലൊരു മാധ്യമ സാഹചര്യം കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ശക്തമായിട്ടാണ് മന്ത്രി എം.ബി. രാജേഷ് മലയാള മനോരമയുടെ വാർത്തയ്ക്കെതിരെ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചത്. സഭാ ടി വിയുടെ വീഡിയോ ലിങ്കുകൾ കാട്ടിയും അന്നത്തെ പരിപാടിയിൽ 2022 പങ്കെടുത്തത് ആരൊക്കെയാണെന്നും അതിൻ്റെ ലിസ്റ്റും എല്ലാം വളരെ വിശദമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ആ പരിപാടിയിൽ തന്നെ അവരുണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം. മാത്രമല്ല, അന്നത്തെ മലയാള മനോരമയുടെ വാർത്തയും 2022 മെയ് 28 മനോരമയുടെ, ഞാൻ മന്ത്രിയുടെ FB പോസ്റ്റാണ് വായിക്കുന്നത്, മെയ് 28 മനോരമയുടെ തന്നെ വാർത്തയും ചിത്രവും ഇവിടെ കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ FB പേജിൽ പറയുന്നതാണ്. ഈ വാർത്തയിൽ എവിടെയെങ്കിലും കവിത എന്നു പേരുണ്ടോ? 2022 ഇല്ലാത്ത കവിതയാണ് 2025 മനോരമ ചേർക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരാളുടെ പേര്, അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മകളുകൂടിയാണ്, ഒരാളുടെ പേര് എങ്ങനെ മനോരമ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഒഴിവാക്കും? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതേ തുടർന്നാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇത് വളരെ ഗൗരവമായ ഒരു സാഹചര്യവും അതിനനുസരിച്ച് മാപ്പ് പറയാതെ, ഖേദം പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലേക്ക് ആ പത്രം എത്തപ്പെടുകയുമായിരുന്നോ ശ്രീ പ്രേംകുമാർ? മനോരമ മാപ്പ് പറയുക എന്നുള്ളത് വളരെ റെയറായിട്ട് നടക്കുന്ന കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് വസ്തുതയൊന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ പോകുക എന്നുള്ളത് മലയാള മീഡിയയുടെ ഒരു ശീലമാണ്. കാരണം ആദ്യം ഇവർ തീരുമാനിക്കുകയാണ് എന്താണ് വാസ്തവം എന്നുള്ളത്. അത് വാസ്തവം എന്താണ്, നടന്നത് എന്താണ്, നടക്കാൻ പോകുന്നത് എന്താണ് എന്നൊന്നും അനലൈസ് ചെയ്തിട്ടല്ല. ഇതേ മാധ്യമങ്ങളും ഇതേ പ്രതിപക്ഷ നേതാവും തന്നെയാണ് പാലക്കാട് ജില്ലയിൽ എങ്ങനെയാണ് റെയിൻ ഹാർവെസ്റ്റിംഗ് നടത്തുക, മഴവെള്ള സംഭരണി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. പാലക്കാട് മഴ കുറഞ്ഞ സ്ഥലമല്ലേ എന്നൊരൊറ്റ പറയൽ അങ്ങോട്ട് പറയാണ്. ബാംഗ്ലൂരിൽ ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്, ശരാശരി 100 സെൻറ്റിമീറ്ററാണ് ബാംഗ്ലൂരിൽ മഴ. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം. അവിടെ ബാംഗ്ലൂർ ജില്ലയിൽ 16 ഡിസ്റ്റിലറികളുണ്ട്. പാലക്കാട് 220-230 സെൻറ്റിമീറ്ററാണ് ആനുവൽ റെയിൻഫോൾ. അവിടെ മഴവെള്ള സംഭരണികൾ ഇഷ്ടം പോലെ ഉണ്ട്. അഹല്യയുടെ ക്യാമ്പസിലൊക്കെ പാലക്കാടുകാർക്ക് അറിയുന്നതാണ്. ഇവിടെ മഴവെള്ളം സംഭരിക്കാൻ പറ്റില്ല എന്നങ്ങ് പറയാണ്. കേരളത്തിലൊരു വികസന പദ്ധതി വരുന്നു എന്നറിയുമ്പോൾ അത് പറ്റില്ല, അത് നടത്തില്ല എന്നങ്ങ് തീരുമാനിക്കുകയാണ്. ആ തീരുമാനം എടുക്കുന്നത് പത്രങ്ങളുടെ ഡെസ്കിൽ നിന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് UDFിൻ്റെയും കേരളത്തെ മുച്ചൂടും മുടിക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന BJPയുടെയും ഒക്കെ ഒരു ഹബ്ബിൽ നിന്ന് എടുക്കുന്ന തീരുമാനമാണ്. അത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് മനോരമ അടക്കമുള്ള പത്രങ്ങളും മറ്റ് ചാനലുകളെല്ലാം. മാതൃഭൂമി ഇതിനേക്കാൾ മനോഹരമായിട്ടൊരു കള്ളം പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. മൊത്തം മലമ്പുഴയുടെ കപ്പാസിറ്റിയെ പറ്റി പറയുമ്പം മില്യൺ ക്യൂബിക് മീറ്ററിൽ പറയുക, ഒരു ദിവസത്തേക്ക് വേണ്ടത് മില്യൺ ലിറ്ററിൽ പറയുക, ഈ യൂണിറ്റിന് വേണ്ടത് ബ്രൂവറിക്ക് വേണ്ടി വരുന്നത് വെറും ലിറ്ററിൽ പറയുക. കണക്കിലെ കളിയിലൂടെ കള്ളം പറയായിരുന്നു. മനോരമ ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോയി. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നിയത് കൊണ്ടൊന്ന് ഇടപെട്ടു എന്ന് മാത്രം. ഏതായാലും എന്ത് സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ പങ്കെടുക്കുന്നതെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടും കളവ് എന്നത് മാധ്യമങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നത് കൊണ്ട് സമം കളവാണോ എന്നെനിക്ക് തോന്നിപ്പോയി. എനിക്ക് 2-3 ദിവസം കൂടി അവിടെ പരിപാടിക്ക് പോകാനും പ്രസംഗമൊക്കെ കേൾക്കാനും. സമം കളവാണോ? അത് പോട്ടെ. ഫെസ്റ്റിവൽ എന്നാണ് മലപ്പുറത്തെ ഫെസ്റ്റിവലിന്റെ പേര്. മലപ്പുറം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചത്. അത് എന്നുള്ളത് നല്ലൊരു അക്ഷരമാണപ്പാ. നല്ലൊരു അക്ഷര വ്യഞ്ജനാക്ഷരങ്ങളിൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഇങ്ങനെ തുറന്നു കാട്ടപ്പെടുന്നു, കൃത്യമായി വിമർശിക്കപ്പെടുന്നു. കളവുകൾ ചെറിയ അക്ഷരങ്ങളിൽ അത്രമേൽ ആരും പിടിക്കാത്ത വിധം ഖേദം പറയുന്നു. അതുകൊണ്ടാണ് കായുടെ ഈ കാലത്തെ ഒരു ശരിയായ മലയാള വാക്ക് കളവാണോ എന്ന് ചോദിച്ചു പോകുന്നത് അവിടെയാണ്. പോട്ടെ, എനിക്ക് ഇപ്പം തന്നെ ആവശ്യത്തിലധികം ശത്രുക്കളുണ്ട് ശരത്ത്. ഇനിയും ശത്രുക്കൾ എണ്ണം കൂട്ടാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അതിന് ഞാൻ മറുപടി പറയുന്നില്ല. എന്തായിരുന്നാലും ഇതൊക്കെ ഭയങ്കര രസകരമായ കോയിൻസിഡൻസ് ആണ്. അതായത് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കളവ് പറയാണ്. ഇപ്പം കെ ഫോണിനെ പറ്റി അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അന്ന് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്, കൊടുത്ത കേസ് ഹൈക്കോടതി തള്ളിയത്. CBI എൻക്വയറി നടത്തണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് കൊടുത്ത കേസ് ഹൈക്കോടതി തള്ളുമ്പോൾ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? അഡ്വക്കേറ്റ് അരുൺകുമാർ കൃത്യമായിട്ട് പറയും. ഇതിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റും ഇല്ല, പബ്ലിക് റിലേഷൻ ഇൻട്രസ്റ്റ് ആണുള്ളതെന്നാ, PR ഇൻട്രസ്റ്റ് ആണുള്ളതെന്ന് പറഞ്ഞിട്ട് തള്ളിയത്. വെറുതെ തള്ളുകയല്ല ചെയ്തത്. ആദ്യം തീരുമാനിക്കുകയാണ്
ഇനി ഇവർക്ക് BJP-യുടെ സംഘപരിവാറിൻ്റെ ഓഫീസ് മുതൽ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ലീഗിൻ്റെ മീഡിയ ഇത്തരം എന്താ പറയുക കോർപ്പറേറ്റ് മീഡിയയുടെ ഓഫീസിൻ്റെ കൂടെ കുറേ വൈതാളികന്മാരുണ്ട്, കുറേ പരിസ്ഥിതിവാദികളും കുറേ ചങ്ങാതിമാരുണ്ട്. അവരാളുകളെ ശുദ്ധമായ കളവ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം, ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നു സിൽവർ ലൈനെ ഞങ്ങൾ അള്ളു വെച്ചതാണ് എന്ന്. അന്ന് നമ്മളോട് പറഞ്ഞിരുന്ന ചോദ്യം ഉണ്ടായിരുന്നു, ഇത്രയും പാറ കേരളത്തിൽ നിന്ന് പൊട്ടിക്കാൻ പറ്റുമെന്ന്. കേരളത്തിൽ നിന്ന് പാറ പൊട്ടിക്കാൻ പറ്റില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പാറ പൊട്ടിക്കരുത് എന്നല്ലേ പറയേണ്ടത്. അതുപോലെ ബ്രൂവറിക്ക് 0.5 mld വെള്ളം വേണം എന്നാണെങ്കിൽ പറയേണ്ടത് എന്താണ്? ഭൂഗർഭജലം ഉപയോഗിക്കരുത് എന്ന് പറയാം. കിണറിൽ നിന്നോ കുഴൽക്കിണറിൽ നിന്നോ വെള്ളം എടുക്കരുതെന്ന് പറയാം. MP രാജേഷ് വളരെ കൃത്യമായിട്ട് പറയുന്നു, ഭൂഗർഭജലം 1 ലിറ്റർ പോലും എടുക്കില്ല, മഴവെള്ള സംഭരണിയിൽ നിന്നേ എടുക്കുള്ളൂ. മലമ്പുഴയിൽ നിന്ന് 10 mld വെള്ളം കിൻഫ്ര പാർക്കിന് കൊടുക്കാൻ ഓർഡർ ഒപ്പിട്ടത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അതിൻ്റെ പൈപ്പിംഗ് പണികൾ നടക്കുന്നേ ഉള്ളൂ. ഇവർക്ക് വേണ്ടത് 0.5 mld വെള്ളമാണ്. ഒരു തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ഒരു ഫാക്ടറിയാണ് കമ്പയർഡ് വിത്ത് അതർ ഫാക്ടറീസ് ഈ എന്താ പറയുക എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം ചോദിക്കുന്നത് കള്ളു കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. കർണാടകയിലെ ഡിസ്റ്റിലറിയിൽ നിന്ന് വാളയാർ ചുരം വഴി വരുന്ന കള്ള് കുടിച്ചാൽ കുഴപ്പമില്ല, കേരളത്തിൽ നിന്ന് ENA ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമാണെന്നാണ് പറയുന്നത്. ENA എന്നുള്ള സാധനം മദ്യത്തിൽ ചേർക്കാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്, അതിന് പല ഉപയോഗങ്ങളുണ്ട്. മെഡിക്കൽ യൂസ് ആണ് സെക്കൻഡറി ആയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യത്തിൻ്റെ അത് സർക്കാർ ചെയ്തതിൻ്റെ അകത്ത് എവിടെയെങ്കിലും പാകപ്പിഴവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് പത്രങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ധർമ്മം. എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. അതൊന്നുമില്ല. എന്ത് ആരോപണവും പറയാം, എങ്ങനെ പിടിക്കപ്പെട്ടാലും പണ്ടര പറഞ്ഞാൽ ഉളുപ്പില്ലാത്ത ആൾക്കാരോട് അവർ ബേസിക്കലി ഉളുപ്പില്ല. നിരന്തരം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കീഴ്മേൽ മറിഞ്ഞ് പിറ്റേ ദിവസം വേറൊരു കാര്യം പറയുക, മീഡിയ അതിന് മുഴുവൻ സപ്പോർട്ടും കൊടുത്തുകൊണ്ടിരിക്കുക, ഒരാളും ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിൻ്റെ ആളുകളോടും പ്രതിപക്ഷത്തിൻ്റെ ആളുകളോടും കൃത്യമായിട്ട് ചോദിക്കേണ്ടത് എന്ത് പ്രശ്നമാണ് നിങ്ങൾ ഇതിൽ കാണുന്നതെന്നാണ്. എവിടെയാണ് അഴിമതി നടത്തിയിട്ടുള്ളത്, ആരാണ് അഴിമതി നടത്തിയിട്ടുള്ളത്, അതിൻ്റെ എന്ത് ട്രേസ് ആണുള്ളത്. ഈ കഴിഞ്ഞ 8 കൊല്ലത്തിനിടെ ഇവർ കുറേ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്നിനു പോലും ഒരു തരത്തിലുള്ള ട്രേസ് ഇല്ലാതെ ഇപ്പൊ കെട്ടിപ്പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. KT ജലീൽ ഖുറാനിൽ സ്വർണം കടത്തിയെന്നായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പറഞ്ഞത് അതൊരു കഥയായിരുന്നു എന്ന്. അതുപോലെ ഇപ്പൊ പറയുന്ന MP രാജേഷ്, ഇനി അഥവാ കവിത എന്ന് പറഞ്ഞ ആ സ്ത്രീ, ആ യുവതി ഇവിടെ അസംബ്ലിയിലെ പ്രോഗ്രാമിന് വന്നിരുന്നാൽ എന്താ കുഴപ്പം? അവർ വന്നിരുന്നാൽ എന്താണ് കുഴപ്പം? ബിസിനസ് ചെയ്യുന്ന ഒരാളെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ വേറെ ആരെങ്കിലും കണ്ടിരുന്നാൽ എന്താണ് കുഴപ്പം? ഇവർ അന്യഗ്രഹ ജീവികളൊന്നും അല്ലല്ലോ. ഇവിടെ ചെയ്യുന്ന ഫാക്ടറിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ അനുസരിച്ചാണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയാണ്. വഴിവിട്ട് മറ്റാരെങ്കിലും സഹായിച്ചതിൻ്റെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പറയുകയാണ് വേണ്ടത്. നിരന്തരം മുടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതേസമയം കേരളത്തിൽ ഒന്നും വരില്ല എന്ന് പറയുകയും ചെയ്യുക. 600 കോടി ഇൻവെസ്റ്റ്മെൻറ്റ്, 600 ആളുകൾക്ക് ജോലി, 2000 ആളുകൾക്ക് എക്സ്ട്രാ ജോലി, കേരളത്തിന് വലിയ നികുതി വരുമാനത്തിൽ വലിയ വർധനവ്, ഇങ്ങനെയുള്ള വലിയൊരു പദ്ധതിയാണ്